പുതുവർഷത്തിലേക്ക് കടക്കാൻ തയ്യാറെടുക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ കാര്യമെന്തെന്നറിയുമോ? കഴിഞ്ഞുപോയിട്ടുള്ള വർഷത്തിൽ നീ പരലോകത്തിന് വേണ്ടി എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കഴിഞ്ഞുപോയ ഒരു വർഷം നീ എന്ത് ചെയ്തു എന്ന് നീ ചിന്തിക്കണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു വർഷക്കാലം എന്ത് ചെയ്തു എന്ന് ചിന്തിക്കണം. അൽഹംദുലില്ലാഹ്, ഞാൻ ഇങ്ങനെ ചിന്തിച്ചു എന്ന്. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, അല്ലാഹുവേ കഴിഞ്ഞ ഒരു വർഷക്കാലം ഞാൻ എന്ത് ചെയ്തു? എനിക്ക് ചിന്തിക്കുമ്പോൾ എനിക്ക് പറയാൻ ചില കാര്യങ്ങളുണ്ട്, പറഞ്ഞിട്ട് പ്രതിഫലം നഷ്ടപ്പെടുത്തുന്നില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ ഒരു വർഷക്കാലമായിട്ട് എല്ലാ ദിവസവും മുടങ്ങാതെ ഒരു ക്ലാസ് ഇടും. ഇന്ന് 399 ക്ലാസ്സായി, നാളെ 400 ക്ലാസ്സായി. 400 ദിവസം, ഒരു ദിവസം പോലും മുടങ്ങാതെ ഒരു 5 മിനിറ്റ് അൽഹംദുലില്ലാഹ് മുത്തി നബിയുടെ ഹദീസ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞു. ഈ ക്ലാസ് കഴിഞ്ഞ മുഹറത്തിലും ഞാൻ മുഹറം 10ന്റെ മഹത്വം പറഞ്ഞു, എനിക്ക് ഓർമ്മയുണ്ട്. അൽഹംദുലില്ലാഹ് ഒരു വർഷമാകാൻ പോകുന്നു നമ്മുടെ ക്ലാസ്. എനിക്കിത് മതി അൽഹംദുലില്ലാഹ് രക്ഷപ്പെടാൻ. ഈ ഒരു വർഷത്തെ ക്ലാസ്സിലൂടെ ഈ പായിപ്പാട് പള്ളിക്ക് ഒരു ചാക്ക് സിമെന്റ് വാങ്ങാനുള്ള പൈസയെങ്കിലും കിട്ടിയില്ലേ? കിട്ടിയോ? ഒരു ചാക്കല്ല, ഇഷ്ടം പോലെ അൽഹംദുലില്ലാഹ്. ഇന്ന് ഈ പള്ളിയുടെ പണി നടക്കുന്നത് ഇതിലൂടെ കിട്ടുന്ന പൈസ ഉണ്ടാ. അപ്പൊ അൽഹംദുലില്ലാഹ് എന്നെ സംബന്ധിച്ചിടത്തോളം പറയാൻ ഒരുപാടുണ്ട്. അല്ലാഹു ആലം സ്വീകരിച്ചോ ഇല്ലേ? അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ നാം ചിന്തിക്കേണ്ടത്, ഒരു വർഷക്കാലം കഴിഞ്ഞു പോകുമ്പോൾ ആഖിറത്തിൽ രക്ഷപ്പെടാം. ദുനിയാവ് പോട്ടെ, ദുനിയാവിൽ കടയുണ്ട്, വസ്തു മേടിച്ചിട്ടിട്ടുണ്ട്, വീടൊക്കെ നല്ലപോലെ പണിതിട്ടുണ്ട്, മക്കൾക്ക് സ്വർണ്ണമൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ദുനിയാവ്. ഇതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? പായിപ്പാട് മാർക്കറ്റ്, പായിപ്പാട് ടൗണിൽ ഒരു ഫ്രൂട്ട്സ് കടയുണ്ടെന്ന് പറഞ്ഞിട്ട് സ്വർഗത്തിൽ പോകാൻ പറ്റുമോ കാക്ക? ഇറച്ചിക്കടയുണ്ടെന്ന് പറഞ്ഞിട്ട് നാസറിനെ പോകാൻ പറ്റുമോ? ഇല്ല. ശാന്ത ഒരു ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റും? പച്ചക്കറി മുതലാളി വന്നില്ലെന്ന്. പായിപ്പാട് പള്ളിയുടെ മുന്നിൽ ഒരു ബിൽഡിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഷൗക്കണ്ണൻ സ്വർഗത്തിൽ പോവോ? ഷൗക്കണ്ണന്റെ ഭാര്യക്കും മക്കൾക്ക് കിട്ടും, അത്രേ ഉള്ളൂ. വല്ലതും വേണമെങ്കിൽ ചെയ്തോ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞത്, അണ്ണേ നിരത്തി 3-4 കടമുറി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒമാനി കിടന്ന് കഷ്ടപ്പെട്ട ഒരു കാര്യമുള്ളത് അടുത്ത്. ആഖിറത്തിലേക്ക് രക്ഷപ്പെടാൻ എന്ത് ചെയ്തു? അതാ ചോദ്യം. ഇന്ന് രാത്രി നിങ്ങൾ മരിച്ച എന്തുണ്ട് സ്വർഗം കിട്ടാൻ? വല്ലതും ഉണ്ടോ? ഉഹദ് മലയോളം വെച്ചിട്ടുണ്ട്. അല്ലാഹ് മുഖത്തേക്ക് തന്നെ തിരിച്ചറിയാതിരുന്നാൽ മതിയായിരുന്നു. അല്ലാഹു കാക്കുമാറാകട്ടെ. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു വർഷക്കാലം നിന്റെ ജീവിതത്തിൽ നിന്ന് വിട പറയുമ്പോൾ ആഖിറത്തിലേക്ക്, ദുനിയാവിലുണ്ട്. ലോക്ക്ഡൌണിന്റെ സമയത്ത് ഉസ്താദ് എൻ്റെ കടയിൽ കച്ചവടം ഉണ്ടായിരുന്നു, അൽഹംദുലില്ലാഹ്. അതൊന്നുമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നാം ചിന്തിക്കേണ്ടത്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വൽ തൻദുറു നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ചോദിക്കുകയാണ്, സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഓരോ വ്യക്തിയും തന്നാളേക്ക് വേണ്ടി എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് ചിന്തിച്ചു നോക്ക്. എല്ലാം അറിയുന്നവൻ അല്ലാഹുവാണല്ലോ. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഓരോ നിമിഷത്തിനും ഓരോ സെക്കൻഡിനും അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയത് മുഴുവനും പിടിച്ചു നിർത്തിയിട്ട് പടച്ചവനെ വിചാരണ ചെയ്യുമല്ലോ. എന്താണ് നിന്റെ ജീവിതത്തിൽ നീ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് നീ ചിന്തിക്കണമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ, അല്ലാഹുവിന്റെ ഖുർആൻ, വൽ തൻദുറു നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. 2 പ്രാവശ്യമാണ് ഇത്. സാധാരണ ഒരായത്തല്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. ഈ ആയത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യമാണ് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്. ഒരു വട്ടം അല്ലാഹു അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. എന്നിട്ട് അതേ ആയത്തിൽ വൽ തൻദുറു നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്, രണ്ടാമത് ഒരു പ്രാവശ്യം കൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. 2 പ്രാവശ്യമാണ് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത്. നീ സൂക്ഷിക്കണം, അല്ലാഹുവിനെ ഭയക്കണം. ഈ ജീവിതത്തിൽ നീ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് നീ ഒന്ന് ചിന്തിക്കണമെന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുമ്പോ
എന്റെ പ്രിയമുള്ളവരെ, കഴിഞ്ഞുപോയ ഒരു വർഷക്കാലം നാം എത്രത്തോളം നന്മകളാണ് ചെയ്തത് ഓരോ മനുഷ്യനും ചിന്തിക്കേണ്ട കാര്യമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാ, നീ എത്ര നന്മകളാണ് ചെയ്തത്, എത്ര തിന്മകളാണ് നിന്റെ ജീവിതത്തിൽ ചെയ്തത്. ഈ ചെയ്തത് കൊണ്ട് നിനക്ക് നാളെ രക്ഷപ്പെടാൻ കഴിയുമോ? നന്മകളാണോ കൂടുതല്, തിന്മകളാണോ കൂടുതല്? അല്ലാഹുവേ, ചിന്തിക്കേണ്ടത് അവിടെയാണ്. കാരണം അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ആരാണോ ഒരണുമണി തൂക്കം നന്മ ചെയ്തത് അവനത് കാണുന്നതാണ്. നാളെ ആഖിറത്തിൽ നീ കാണും, ഒരു കടുകുമണിയുടെ അളവാണ് നീ നന്മ ചെയ്യുന്നതെങ്കിലും നാളെ റബ്ബ് നിന്റെ കണ്ണിലത് കാണിച്ചു തരികയാ. അതാ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറാ. ഒരു കടുകുമണിയുടെ അളവ് തിന്മയാണ് നീ ചെയ്യുന്നതെങ്കിലും നാളെ നിന്റെ റബ്ബ് നിനക്ക് കാണിച്ചു തരുമെന്ന് ഖുർആൻ പറയുമ്പോ, ഈ മലക്കുകളുണ്ടല്ലോ, ഈ രണ്ട് ചുമലിലിരിക്കുന്ന മലക്കുകളുണ്ടല്ലോ, സർവ്വതും എഴുതി വച്ചിരിക്കുകയാണ്. ഞാൻ ഉറങ്ങിയാലും അവരുറങ്ങൂല, ഞാൻ എന്ത് ചെയ്താലും പടച്ചവനെ അവരിങ്ങനെ കണ്ണു തുറന്നിരിക്കുകയാണ്. പ്രസംഗിക്കുന്നത് എഴുതുന്നുണ്ട്. ഇവിടുന്ന് പ്രസംഗം ഇത്രയും നേരം നിങ്ങളെ ഉപദേശിച്ചിട്ട് എല്ലാവരും സലാം പറഞ്ഞു പിരിഞ്ഞു, എല്ലാവരും പിരിഞ്ഞുപോയി. ഞാൻ ഒറ്റയ്ക്ക് റൂമിന്റെ അകത്ത് കയറി, വേറെ ഒരാളുമില്ല പടച്ചവര്. ആ റൂമിന്റെ അകത്ത് ഞാനിരുന്ന് ചെയ്യുന്ന കാര്യവും ഈ മലക്കങ്ങ് എഴുതി വെക്കുകയാ. ഇത് റബ്ബനിക്ക് കാണിച്ചു തരുമല്ലോ. നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുമ്പോ, മാലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. എന്റെ കയ്യിലേക്ക് ആ കിതാബ് ഇങ്ങനെ എടുത്തു തരുമ്പോ, ഇന്ന് ചെയ്തതുപോലെ എന്റെ ജീവിതകാലം മുഴുവനും ചെയ്തത് മുഴുവനും എഴുതി എഴുതി വെച്ചിരിക്കുകയാ. അങ്ങനെ കാണുമെന്ന് ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, നീ എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത്? 34 കൊല്ലം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? 40ഉം 50ഉം 60ഉം വയസ്സുള്ളവരുണ്ടല്ലോ. എന്റെ ജീവിതത്തിൽ ചെയ്തു വെച്ചത് 55 വയസ്സ് വരെ, 55 കൊല്ലം 45 കൊല്ലം പായിപ്പാടിന്റെ വിരിമാറിലൂടെ നെഞ്ചു വിരിച്ച് നടന്നവന്, ഈ ഭൂമിയുടെ മുകളിലൂടെ അതാ നെഞ്ചു വിരിച്ച് നടന്ന നീ ചിന്തിക്കുന്നുണ്ടോ? 55 കൊല്ലം കൊണ്ട് നീ എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത്? എന്റെ റബ്ബിനോട് പറയുക, പടച്ചവനെ, പലരെയും വേദനിപ്പിച്ചിട്ടുണ്ട്, പലരുടെയും ഇറച്ചി തിന്നിട്ടുണ്ട്, പലരെയും ദ്രോഹിച്ചിട്ടുണ്ട്, പലരുടെയും ജീവിതം തകർത്തിട്ടുണ്ട്, കള്ള് കുടിച്ചിട്ടുണ്ട്, വ്യഭിചരിച്ചിട്ടുണ്ട്, പലിശ തിന്നിട്ടുണ്ട്, നിസ്കാരം മുടക്കിയിട്ടുണ്ട്. അല്ലാഹുവേ, ഒരു കുറ്റബോധമുണ്ടോ? മനസ്സിന്റെ അകത്തൊരു വേദനയുണ്ടോ? അല്ലാഹുവേ, ഞാനെങ്ങാണമെന്ന് മരിച്ചുപോയാ എന്റെ റബ്ബിന്റെ മുന്നിൽ പാപിയെ പോലെ തല താഴ്ത്തി നിൽക്കണമല്ലോ. ഈ ചിന്തയാർക്കാവുള്ളത്? അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ അവിടെന്ന് പറയുകയാണ്, വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറാ. ഒരണുമണി തൂക്കം നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും നാളെ പടച്ച റബ്ബ് നിനക്കത് കാണിച്ചു തരുമെന്ന് ഖുർആൻ പറയുമ്പോ, മറ്റൊരു ഭാഗത്ത് അല്ലാഹു പറയുകയാണ്, യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ദറാ വമാ അലിമത് മിൻ സൂ തവദ്ദു ലൗ അന്ന ബൈനഹാ വബൈനഹു അബദാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഇത് മുഴുവനും നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന ദിവസം കാണിച്ചു തരുമല്ലോ. ആരും അറിയാതെ രഹസ്യവും പരസ്യവുമായി ചെയ്തത് മുഴുവനും അല്ലാഹു നിന്റെ കണ്ണിന്റെ മുന്നിൽ ഇങ്ങനെ കാണിച്ചു തരുമ്പോ, അല്ലാഹുവേ,
ഇതിത്ര വിദൂരമാക്കിയിരുന്നെങ്കിൽ മതിയായിരുന്നു എന്ന് ഞാനും നിങ്ങളും പറയുന്ന ഒരു ദിവസം വരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അതാണ് ആഖിറത്തിലേക്ക് എന്ത് ചെയ്തു എന്ന് ചിന്തിക്കേണ്ട സമയമാ. ഖുർആൻ പറയുകയാണ്, യൗമഇദിന തുഅ്റൂന യൗമഇദിന തുഅ്റൂന ലാ തഖഫാ മിൻകും ഖാഫിയാ. വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാ, അന്നേ ദിവസം നിന്റെ മുന്നിലേക്ക് നിന്റെ ജീവിതത്തിലെ മുഴുവനും പ്രദർശിപ്പിക്കപ്പെടുന്ന ഒരു ദിവസത്തെ നീ എന്തേ ഭയക്കാത്തത്, എന്തേ നീ ഓർക്കാത്തത്? അതുകൊണ്ട് സഹോദരാ, ഓർക്കണം, ഈ ചെയ്തു കൂട്ടുന്നത് മുഴുവനും നാളെ റബ്ബ് നിന്റെ കണ്ണിന്റെ മുന്നിൽ കാണിച്ചു തരുന്ന ഒരു ദിവസത്തെ കുറിച്ച് നീ ഓർക്കണമെന്ന് ഖുർആൻ അവിടെന്ന് ഓർമ്മപ്പെടുത്തുമ്പോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂന്നാമതായിട്ട് അവിടെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമതായിട്ട് പുതുവർഷത്തിലേക്ക് കടക്കുന്ന മനുഷ്യ, നീ ചിന്തിക്കേണ്ട കാര്യം എന്തെന്നറിയുമോ? പരലോകത്ത് അല്ലാഹു നമ്മളെ വിചാരണ ചെയ്യുന്നതിന് മുമ്പ് സ്വന്തമായിട്ടൊന്ന് ചെയ്യണ്ടേ, നമുക്ക് സ്വന്തമായിട്ടൊന്ന് വിചാരണ ചെയ്യണ്ടേ. മുത്തുനബി പറയുകയാണ്, ഖാല ഉമർ റളിയല്ലാഹു തആല അൻഹു, ഹാസിബൂ അൻഫുസകും ഖബല അൻ തുഹാസബൂ. ആരാ പറയുന്നതെന്നറിയുമോ? ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഭരണാധികാരിയായ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഹാസിബൂ ഖബല അൻ തുഹാസബൂ. പടച്ചവനെ, വിചാരണ കടന്നു വരുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ മുന്നിൽ കടന്നു ചെന്നിട്ട് റബ്ബ് നമ്മളോട് ചോദിക്കുമല്ലോ, എന്നോട് ചോദിക്കും, സിറാജേ ഇങ്ങോട്ട് നീങ്ങി നിൽക്കടാ. അല്ലാഹുവിന്റെ മുന്നിൽ ഉടുതുണിയില്ലാതെ ചെരുപ്പില്ലാതെ പേടിച്ച് വിറച്ചുകൊണ്ട് തലയുടെ മുകളിൽ സൂര്യനുദിച്ചു നിൽക്കുന്ന ദിവസം ഞാൻ അല്ലാഹുവിന്റെ മുന്നിൽ പോയി നിൽക്കുമ്പോ അല്ലാഹു ചോദിക്കുന്നു, സിറാജേ ഞാൻ നിനക്ക് തന്ന ആയുസ് അത് 30 40 50 എത്ര കൊല്ലമാണെങ്കിലും അല്ലാഹു ചോദിക്കുന്നു, ഞാൻ നിനക്ക് തന്ന ആയുസ് എങ്ങനെ ചെലവഴിച്ചടാ? നിന്റെ യുവത്വമുണ്ടല്ലോ, നീ എങ്ങനെ ചെലവഴിച്ചു? നീ പണം എങ്ങനെ ഉണ്ടാക്കി? അത് എങ്ങനെ ചെലവഴിച്ചു? അല്ലാഹുവേ, അല്ലാഹുവേ നീ കാക്കണേ അല്ലാ. വെച്ചിരിക്കുന്ന കാലനക്കൂല മനുഷ്യ, പറയുകയാ, വെച്ചിരിക്കുന്ന കാലം നനക്കണോ? ചെമ്പിന്റെ തറയിലെ സിറാജ് വെച്ചിരിക്കുന്ന കാലം നനക്കണമെങ്കിൽ അല്ലാഹുവേ ഈ ചോദ്യത്തിനു മറുപടി പറയാതെ കാല് ചലിപ്പിക്കാൻ കഴിയില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഞാൻ അല്ലാഹുവിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോ ആ വെച്ചിരിക്കണ കാലം നനക്കണമെങ്കിൽ ഞാൻ അല്ലാഹു ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയണം. അല്ലാഹു കാക്കുമാറാകട്ടെ, ഹിസാബ് യസീറയിൽ അല്ലാഹു പെടുത്തുമാറാകട്ടെ. എന്ത് പറയും സഹോദര? അല്ലാഹു ചോദിക്കും, ഞാൻ നിനക്ക് തന്ന ആയുസ് നീ എത്ര? ഞാൻ 34 കൊല്ലം. എത്ര ആണെന്ന് ചിന്തിക്ക്, എത്ര ആണെന്ന് ചിന്തിക്ക്. 30, 40, 50, 60 വയസ്സുള്ളവർ അള്ളാഹിനോട് പറയേണ്ടി വരും, 60 കൊല്ലത്തെ കണക്ക്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഓരോരുത്തരോടും അല്ലാഹു ചോദിക്കും വല്ലാത്ത ചോദ്യം. 1 ആയുസ്, 2 യുവത്വം. അതാ ചോദ്യം. ആയുസ്, യുവത്വം.